ഹായ് മക്കളെ, കിഡി മാത്സിലേക്ക് സ്വാഗതം. സുഖാണോ നിങ്ങൾക്ക്? നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ എത്തി. എന്താണെന്നറിയോ? പേജ് 149 ആംഗിൾ ആൻഡ് ഏരിയ എന്നുള്ള ടോപ്പിക്കിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ സെക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു? ആർക്കും ആർക്ക് ലെങ്ത്തും കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ലെങ്ത് ഓഫ് ദ ആർക്ക്, എന്താണ് ആർക്ക്, എങ്ങനെയാണ് ആർക്ക് ലെങ്ത്ത് കാണുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ. അപ്പോൾ സെക്ടർ എന്താണ്, സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ദേ മിസ് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു പിസ്സയൊക്കെ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, മക്കളെ ഈ പിസ്സ കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്? അത് ഇങ്ങനെ 2 റേഡിയസ് വരയ്ക്കും അല്ലേ. ഏകദേശം നിങ്ങൾക്ക് സെൻറ്റർ എന്ന് തോന്നുന്നിടത്തുനിന്ന് ഇതെങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പീസിനെ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ എന്താണ്, ഇതിൻ്റെ ഏരിയയുടെ ഭാഗമല്ലേ. ഇങ്ങനെയുള്ള ഒരു സർക്കിളിൻ്റെ പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെക്ടർ. ഇവിടെ അല്ലാതെ മിസ്സൊരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു കേക്കാണെന്നോ പിസ്സയാണെന്നോ എന്തേ വിചാരിക്കും. നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ ഈ പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ടർ ഓഫ് എ സർക്കിൾ. അപ്പോൾ ഈ സെക്ടറിനെ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് സെക്ടറിൻ്റെ ബൗണ്ടറീസ് വരുന്നത്? ഇങ്ങനെ ഒരു ആർക്ക് വരുന്നുണ്ടല്ലേ. ഒരു ആർക്കും 2 റേഡിയസും ചേരുന്നതായിരിക്കും ഒരു സെക്ടർ വരുന്നത്. അത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ സർക്കിളിൻ്റെ സെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. നമുക്കൊരു സർക്കിളിനെ ഇങ്ങനെ മാത്രമല്ലല്ലോ കട്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു സർക്കിളിനെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, പറ്റൂലേ? ഇതിപ്പോൾ ഈ പീസ് ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, മിസ്സേ പറഞ്ഞില്ലേ സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ, അങ്ങനെയാണെങ്കിൽ ഇതും സർക്കിളിൻ്റെ ഒരു പാർട്ടല്ലേ? അപ്പോൾ ഇതിനെ സെക്ടർ എന്ന് പറയുമോ? ഈ പീസിനെ നമ്മൾ സെക്ടർ എന്ന് പറയുമോ? പറയില്ല. ഇതിനെ നമ്മളിങ്ങനെ ഒരു സർക്കിളിൻ്റെ പാർട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു ആർക്കും ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? കോഡ് അല്ലേ. സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ കോഡ്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി എന്താണ്? ആർക്കും കോഡും. ഇങ്ങനെയുള്ള ഒരു പീസിനെ നമ്മൾ സെക്ടർ എന്നല്ല പറയണത്. എന്തെന്നാ പറയണേന്നറിയോ? സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ. അപ്പോൾ സെക്ടർ ഓഫ് എ സർക്കിൾ എന്താണെന്നും കണ്ടു, സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ എന്താണെന്നും കണ്ടു. സെക്ടർ ഓഫ് എ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ 2 റേഡിയസ് ആൻഡ് 1 ആർക്ക്. അതിൻ്റെ ബൗണ്ടറീസ് എന്തായിരിക്കും? 2 റേഡിയസും 1 ആർക്കും. സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയായിരിക്കും? ഒരു കോഡും 1 ആർക്കും. ഇത് 2 സെഗ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ജനറൽ നോളജിന് വേണ്ടി മിസ്സ് പറഞ്ഞതാണ്. കാരണം എന്തെങ്കിലും ഇനി സെഗ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ സെക്ടറുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഓക്കെ. അപ്പോൾ സെക്ടർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡെഫിനീഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ എവിടെയാണ് കൊടുത്തേക്കുന്നതെന്നറിയോ? പേജ് 149 ആംഗിൾ ആൻഡ് ഏരിയ എന്നുള്ളതിൻ്റെ താഴെ. എ സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ എൻക്ലോസ്ഡ് ബൈ 2 റേഡിയൈ ഓഫ് ദ സർക്കിൾ ആൻഡ് ദെയർ ഇൻ്റർസെപ്റ്റഡ് ആർക്ക്. ഇത് നമുക്ക് അതിൻ്റെ ഡെഫിനീഷനായിട്ട് പറയാം. എക്സാമ്പിൾ ഒരു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഈ സെക്ടറിൻ്റെ മാത്രം ഏരിയ, ഈ ഒരു കഷ്ണത്തിൻ്റെ മാത്രം ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ലെങ്ത് ഓഫ് ദ ആർക്കിൻ്റെ ഫോർമുലയോട് സിമിലറാണ് ഏരിയ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല കേട്ടോ. അപ്പോൾ മക്കളോട് 1-2 കാര്യമോടെ മിസ് പറയാം. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. നമ്മളതിൻ്റെ ഇങ്ങനെ ഒരു പീസ് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പീസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സെക്ടർ. അപ്പോൾ ഇതും സർക്കിളിൻ്റെ ഒരു പീസ് തന്നെയല്ലേ. ഈ ബാക്കിയുള്ള ഭാഗവും അതും ഒരു പീസാണ് അല്ലേ. ഇത് കുഞ്ഞ് പീസ്, ഇത് വലിയ പീസ്, അങ്ങനെയല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾക്ക് പ്രത്യേകമായ ടേം ഉണ്ട്. നമ്മൾ ഈ ചെറിയ ഭാഗം, ഈ സർക്കിളിനെ നമ്മൾ മുറിച്ചെടുക്കുന്ന ഈ ചെറിയ സെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മൈനർ സെക്ടർ. അപ്പോൾ ബാക്കിയുള്ള ഈ പീസിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഈ പോർഷനെ അതെന്താണ്? മേജർ സെക്ടർ.
മേജർ സെക്ടർ. നമ്മൾ ഈ ആർക്കും അതുപോലെ തന്നെ കേട്ടോ. ഇത്രയും ചെറിയ ആർക്കിനെ നമ്മൾ എന്ത് പറയും? മൈനർ ആർക്ക്. ബാക്കിയുള്ള ഈ പോർഷനെ നമ്മൾ എന്ത് പറയും? മേജർ ആർക്ക്. അപ്പം നമ്മൾ മാത്സിൻ്റെ ഭാഷയെ പറയുമ്പോൾ ചെറുത് വലുത് അങ്ങനെയൊന്നല്ലല്ലോ, അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വേണം അല്ലേ. അതുകൊണ്ട് നമ്മൾ സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് കൃത്യമായിട്ട് പറയുക. ഈ റേഡിയസ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനല്ലേ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയണേ. നമ്മൾ ആർക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് റേഡിയസ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ ഇത് നമ്മുടെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ സെൻട്രൽ ആംഗിൾ ലെസ് ദാൻ 180 ആണെങ്കിൽ, 180 കഴിഞ്ഞും കുറവാണ് സെൻട്രൽ ആംഗിളെങ്കിൽ നമ്മുടെ ആർക്ക് എന്ത് ആർക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെക്ടർ എന്ത് സെക്ടർ ആയിരിക്കും? മൈനർ സെക്ടർ അല്ലെങ്കിൽ ആർക്ക് കേട്ടോ. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഡിസ്കസ് ചെയ്യണത് അതനുസരിച്ച് എടുക്കുക. സെക്ടറിനെ കുറിച്ചാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ലെസ് ദാൻ 180 ആണെങ്കിൽ മൈനർ സെക്ടർ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മളിപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ ഒരു 30 ഡിഗ്രി എന്നെങ്ങാനും ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അത് 180 കഴിഞ്ഞും കുറവല്ലേ, അപ്പം നമ്മൾ അതിനെ മൈനർ സെക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും? 330 ആയിരിക്കും അല്ലേ. കാരണം എന്താ? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ മെഷർ എന്ന് വെച്ചാൽ 360 അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് 330 ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, അത് ഗ്രേറ്റർ ദാൻ 180 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയുക? മേജർ സെക്ടർ എന്ന് പറയുക. മേജർ സെക്ടർ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് സെക്ടർ എന്ന് മനസ്സിലായി. മൈനർ സെക്ടർ, മേജർ സെക്ടർ എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക, ഈ 3 കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ ഈക്വൽ ടു, നമ്മൾ പറഞ്ഞല്ലോ ഒരു സർക്കിള് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ അത് എത്രയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സപ്പോസ് ഇറ്റ് ഈസ് 6 ഡിഗ്രി എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ഈ മൊത്തം പോർഷൻ്റെ എന്തുമാത്രം സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കണം, ഏരിയ ആൻഡ് പെരിമീറ്റർ ആ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തറവായിരിക്കണം കേട്ടോ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇത്രയും പോർഷൻ എത്രയുണ്ടെന്ന്, അല്ലാതെ ഇതിൻ്റെ ബൗണ്ടറി മാത്രമല്ല, ഈ മൊത്തം ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം അല്ലേ. എന്താണ് ഫോർമുല സർക്കിളിൻ്റെ ഏരിയ കാണാൻ? πr². അതിലൊരു കഷ്ണം മാത്രമല്ല ഇത്, ഒരു മൊത്തം സർക്കിളിൻ്റെ ഏരിയ πr². അതിൻ്റെ ഒരു പീസ് മാത്രമാണ് ഇതെങ്കിൽ ഇതിൻ്റെ മാത്രം ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? വിച്ച് ഈസ് ഈക്വൽ ടു ഇത്രയും ഭാഗം സർക്കിളിൻ്റെ എത്ര പാർട്ട് ഉണ്ടെന്ന് അറിയണം. അതെങ്ങനെയാണ് നമ്മൾ അന്ന് പണ്ടായിരുന്നു എങ്ങനെയാണ് കാണുന്നത്? x ഡിഗ്രി ബൈ 360 ചെയ്താൽ ഇത് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് ഇൻറ്റു ഏരിയ. ഏരിയ ഓഫ് ദ സർക്കിളിൻ്റെ ഫോർമുല നമുക്കറിയാലോ. ദാറ്റ് ഈസ് x ഡിഗ്രി ബൈ 360 ഇൻറ്റു πr². ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സെക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി? സെൻട്രൽ ആംഗിൾ ബൈ 360 ഇൻറ്റു πr² പിടിച്ചാൽ മതി. r എന്ന് വെച്ചാൽ എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. മക്കളിത് നോട്ട്ബുക്കിൽ എഴുതി ഇതുപോലെ ബോക്സൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് ആക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി എവിടെയാണ് പേജ് നമ്പർ 151 പ്രോബ്ലംസ്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്. അതിൽ തന്നെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ 2 സർക്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അർത്ഥം. ആദ്യത്തെ സർക്കിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. ഇങ്ങനൊരു സർക്കിളുണ്ട്, പിന്നെ കുറച്ചും കൂടി റേഡിയസ് കൂട്ടിയിട്ട് വേറൊരു സർക്കിളുണ്ട്. ഇങ്ങനെ 2 സർക്കിളിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ആംഗിൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 120 ഡിഗ്രി അല്ലേ. നമുക്ക് ഏകദേശം 120 വരുന്ന രീതിയിൽ, അതായത് 90 കഴിഞ്ഞ് കൂടുതലാണ് 120 നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെറുതെ ഒരെണ്ണം വരയ്ക്കാം. ആദ്യത്തെ ഇതിൻ്റെ കുഞ്ഞ് സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കണേ? 3 സെൻറ്റിമീറ്റർ. വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കണേ? 6 സെൻറ്റിമീറ്റർ അല്ലേ. രണ്ടിൻ്റെയും സെൻട്രൽ ആംഗിൾ സെയിമാണ്, 120 ഡിഗ്രി. ഇത്രയും ക്ലൂസാണ് അവർ നമ്മൾക്ക് തന്നിരിക്കുന്നത്.
കുഞ്ഞ് സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു വലിയ സർക്കിൾ, അതേ സെൻട്രൽ ആംഗിൾ വരുന്ന വലിയൊരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, എന്ത് കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഏരിയ ഓഫ് ദ സെക്ടർ. രണ്ടാമത്തെ കേസിലോ വാട്ട് ഈസ് ഏരിയ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെയിം സെൻട്രൽ ആംഗിൾ വരുന്നു, പക്ഷെ ഡിഫറെൻറ്റ് റേഡിയസ് വരുന്നു. ഇവരുടെ രണ്ട് പേരുടെയും സെക്ടറിൻ്റെ ഏരിയ കാണാൻ. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ ഇത്രയും പോർഷൻ്റെ ഏരിയ കാണും. മനസ്സിലാവുണ്ടോ മക്കൾക്ക്? ഇത്രയും പോർഷൻ്റെ ഏരിയ കാണാൻ. അപ്പോൾ നമുക്ക് കാണാം, അവിടെ നമുക്കറിയാമല്ലോ സെൻട്രൽ ആംഗിൾ എന്താണ് 120, റേഡിയസ് എത്രയാണ് 3 സെൻറ്റിമീറ്റർ. ആ കേസിൽ ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു, ആദ്യത്തെ ചോദ്യമായിട്ടോ പറയണേ, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു നമുക്ക് ഫോർമുല കൊടുക്കാം. എന്താണ്? x/360 × πr². നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വെറും ചീള് കേസുകളല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സ് എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ, അത് 120/360 × πr² എന്ന് വെച്ചാൽ എന്താ? π × റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് എത്രയാ? 3. അപ്പോൾ 3യുടെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 0 0 വെട്ടാം, 12ഉം 36ഉം തമ്മിൽ വെട്ടാൻ പറ്റും. എത്രയാണ്? 1/3 അല്ലേ? 36ൽ 12 3 വട്ടമല്ലേ പോവാ? അപ്പോൾ 1/3 × π × 3² എന്ന് വെച്ചാൽ എത്രയാ? 9. അപ്പോൾ ഇത് നമുക്ക് വെട്ടാം. എന്ത് വന്നു? ആൻസർ എന്ത് വന്നു? 3π. യൂണിറ്റ് എന്ത് കൊടുക്കും? നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കണേ? ഏരിയ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ആൻസർ എന്ത് വന്നു? ഒന്നാമത്തെ കേസിൽ 120 സെൻട്രൽ ആംഗിളും 3 സെൻറ്റിമീറ്റർ റേഡിയസും ഉള്ളൊരു സർക്കിളിൻ്റെ ഏരിയ ഓഫ് ദ സെക്ടർ എത്രയാണ്? 3π സെൻറ്റിമീറ്റർ². ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട്. അവിടെ എന്താ പറഞ്ഞേക്കുന്നവർ? 120 സെൻട്രൽ ആംഗിൾ, പക്ഷെ എന്താണ്? 6 സെൻറ്റിമീറ്റർ റേഡിയസ്. അതായത് നമുക്ക് എവിടം തൊട്ട് എവിടം വരെയുള്ള ഏരിയ കാണണം? ഇത്രയും പോർഷൻ്റെ ഏരിയ കാണണം. കാണാൻ എന്താ ഫോർമുല? ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു, മുമ്പ് എഴുതിയ പോലെ തന്നെ നമ്മൾ, പക്ഷെ എല്ലാ തവണയും ഫോർമുല എഴുതണം കേട്ടോ. 2 ഗുണമുണ്ട്. ഒന്ന് നമ്മൾ ഫോർമുല പഠിക്കും, രണ്ടാമത്തെ കാര്യം എന്താ? പേപ്പർ നോക്കണവർക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും ഫോർമുല ഒക്കെ എഴുതി ചെയ്യുന്ന കുട്ടികളോടെ. ഫൈനൽ എക്സാം നമ്മുടെ 10ൻ്റെ ഒക്കെ വരുമ്പോൾ മറ്റ് ടീച്ചേഴ്സ് അല്ലേ നോക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശീലിച്ചാലാണ് അപ്പോൾ വരുള്ളൂ. അപ്പോൾ x/360 എന്ന് വെച്ചാൽ എന്ത് വരും? 120/360 × πr² എന്ന് വെച്ചാൽ ഇവിടെ r എന്താണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതും അതേപോലെ തന്നെ നമ്മൾ വെട്ടുമ്പോൾ 1/3 എന്നല്ലേ വരാൻ പോണത്. അപ്പോൾ 1/3 × π × 6ൻ്റെ സ്ക്വയർ എന്താ? 36. 36നെ നമ്മൾ 3 വെച്ച് വെട്ടുമ്പോൾ എന്ത് വരും? 12. ദാറ്റ് ഈസ് 12π സെൻറ്റിമീറ്റർ സ്ക്വയർ. 12π സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു എന്തിൻ്റെ ഉത്തരം? ഫസ്റ്റ് ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ. അടുത്ത ചോദ്യത്തിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അവിടെ അവർ നമുക്കൊരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ കളേർഡ് പാർട്ട് ഇൻ ദ പിക്ചർ. ഇതിലെ ഗ്രീൻ കളറിൻ്റെ ഏരിയ കാണാൻ, അതായത് ഇത്രയും പോർഷൻ്റെ മാത്രം ഏരിയ കണ്ടാൽ മതി. അവിടെ അവർ നമുക്ക് ഫിഗർ തന്നിട്ട് എന്താണ്? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി തന്നെ. ഇവിടെയോ ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്ററും വലിയ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററും. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കണത് എന്താ? ഈ ഗ്രീൻ പാർട്ടിൻ്റെ മാത്രം ഏരിയ കാണാൻ. നമുക്ക് വെറുതെ ഒരു ഫിഗർ വരയ്ക്കാം. അതായത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ പോർഷൻ്റെ മാത്രം ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവർക്ക് രണ്ടിനും ഇടയിലുള്ള ഇത്രയും പോർഷൻ്റെ മാത്രം ഏരിയ. അപ്പോൾ ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് അവർ എത്രയാണ് തന്നിരിക്കണേ? 3 സെൻറ്റിമീറ്റർ. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് തന്നിരിക്കണേ? 2 സെൻറ്റിമീറ്റർ. ഓക്കെ. സെൻട്രൽ ആംഗിളോ രണ്ടിൻ്റെയും 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഈ ഏരിയ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമ്മൾ ഈ മൊത്തം സെക്ടറിൽ നിന്ന് ഈ ചെറിയ സെക്ടറിൻ്റെ ഏരിയ കളഞ്ഞു കഴിഞ്ഞാലായിരിക്കില്ലേ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ വരുന്നത്? പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവായിരിക്കും. മിസ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു, നോക്കിക്കേ, നമ്മൾ ഈ മൊത്തം സെക്ടറിൻ്റെ ഏരിയ കാണാണ് 3 സെൻറ്റിമീറ്റർ വരുന്ന വലിയ സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഈ മൊത്തം പാർട്ട് വരില്ലേ, അതിൽ നിന്ന് നമ്മുടെ ഈ ചെറിയ പാർട്ടിൻ്റെ ഏരിയ കളയാണ്. ചെറിയ സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയ കളഞ്ഞാൽ അതായിരിക്കുമല്ലോ നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയൻ വരാൻ പോണത്.
അപ്പോൾ അതിങ്ങനെ നമ്മൾ കാണാം. അതിങ്ങനെ എഴുതും നമ്മൾ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ബിഗ് സെക്ടർ മൈനസ്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ലാർജ് സെക്ടർ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഏരിയ ഓഫ് ലാർജ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. വലിയ സെക്ടർ എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെയും പോർഷൻ വരും. അതിൽ നിന്ന് ചെറിയ സെക്ടർ എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ. അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടിൻ്റെ മാത്രം ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ബിഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് ഫോർമുല? അവിടെ ഇതേപോലെ തന്നെ x/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളിടത്ത് എന്ത് വരും? 3 സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ എന്ന് വെച്ചാൽ നമുക്ക് എക്സിൻ്റെ അവിടെ 120 എന്ന് കൊടുക്കാം കേട്ടോ. മൈനസ് 120 ബൈ സ്മോൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 120/360 ഇൻറ്റു പൈ ഇൻറ്റു സ്മോൾ സെക്ടറിൻ്റെ റേഡിയസ് എത്രയാ? 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 120/360 ഇവിടെ വെട്ടിയിട്ട് എന്ത് ചെയ്താം? 1/3 എന്നാക്കാം അല്ലേ? ഇവിടെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താം? 1/3 എന്നാക്കാം. അപ്പോൾ ദേ ഇപ്പം നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്? 1/3 പൈ ഇൻറ്റു 9 മൈനസ് ഇവിടെ അതെന്തായി? 1/3 പൈ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. അപ്പോൾ ഈ രണ്ട് ടേമിലും നേരെ വേണമെങ്കിൽ ഇതിപ്പോൾ ആൻസർ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. നേരിട്ട് വേണമെങ്കിൽ പൈയുടെ വാല്യൂ കൊടുത്ത് 3.14 എന്നൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യാം. മിസ് സിംപ്ലിഫൈ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ 1/3 പൈ 1/3 പൈ രണ്ടിടത്തും കോമൺ അല്ലേ ഇത്? അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. 1/3 പൈനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ പിന്നെ ഇനി മിച്ചം എന്താ ഉള്ളത്? ഇവിടെ 1/3 ഇവിടെ 1/3 ഇവിടെ 1/3 ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇത് പുറത്തേക്ക് എടുത്തത്. അതൊക്കെ കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ബാക്കി ഇതിൽ ഇപ്പം എന്തുണ്ട്? 9 മൈനസ് ഇവിടെ എന്തുണ്ട്? 4 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പം ഇനി നമുക്ക് 9 - 4 ചെയ്യാം. 9 - 4 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 5 അല്ലേ? അപ്പോൾ 1/3 പൈ ഇൻറ്റു 5 എന്ന് കിട്ടി. അപ്പോൾ ഉത്തരം എന്ത് വന്നു? 5/3 പൈ. ഇങ്ങനെ എഴുതിയാൽ പോരാട്ടാ, ഇവിടെ നമുക്ക് കൃത്യം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? 5 ഇൻറ്റു പൈയുടെ വില എന്താ? 3.14 അല്ലേ? അപ്രോക്സിമേറ്റ് വാല്യൂ 3.14/3. അപ്പം ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3.14 ഇൻറ്റു 5 20 ബാലൻസ് 2 അപ്പോൾ 7 പിന്നെ ഇവിടെ 15. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 15.70/3 എന്ന് കിട്ടി. ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യണം. എന്നും കൊണ്ട്? 3 കൊണ്ട്. നമുക്ക് ഡിവിഷൻ അറിയോ? 15.70നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയോ? 1 എടുത്തു പോവില്ല. അപ്പോൾ 15 എടുത്തു. 15ൽ 5 ടൈംസ് പോകും. 15 എന്ന് എഴുതി. 0 0 ഇവിടെ പോയിന്റ് ഇടുമ്പോൾ ഇവിടെയും പോയിന്റ് ഇട്ടു. 7 എന്ന് ഇറക്കി എഴുതി. 7 എന്ന് ഇറക്കി എഴുതുമ്പോൾ 2 ടൈംസ് പോകും. 6 ബാലൻസ് 1 വന്നു. 0 ഇറക്കി. 0 ഇറക്കി കഴിയുമ്പോൾ 10 എന്ന് വന്നു. അപ്പോൾ 3 അപ്പോൾ 9 വീണ്ടും 1. അതിങ്ങനെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് അപ്രോക്സിമേറ്റ് വാല്യൂ എന്തെടുക്കാം? 5.23. യൂണിറ്റ് എന്താ? ഏരിയ ആണ് കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 5.23 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് തന്നെ ഇതിനെല്ലാം ഇവിടെ തന്നെ നമ്മൾ വാല്യൂ കൊടുത്തിപ്പോൾ നിങ്ങൾ ഇതിനെ വെട്ടി 3 എന്നാക്കി, എന്നിട്ട് 3 × 3.14 ഇവിടെ തന്നെ നിങ്ങൾ വാല്യൂ കൊടുത്ത് ചെയ്താലും ഉത്തരം നിങ്ങൾക്ക് 5.23 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതന്നെ ആൻസർ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇത്രയും മാത്രം റീജിയൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എത്രയാണെന്ന് കിട്ടി? 5.23 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതിൽ ഈ എക്സസൈസിൽ 3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതോടുകൂടി നമ്മൾ ഈ പാഠം കഴിയും. അത് അടുത്ത സെക്ഷനിൽ നമുക്ക് ചെയ്യാം. അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ തരുന്ന എല്ലാ നല്ല സപ്പോർട്ടിനും നന്ദി. അതേപോലെ ഇപ്പോൾ ഈയിടെയായിട്ട് ആരും കമൻ്റൊന്നും ഇടുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു റെസ്പോൺസ് കിട്ടുന്ന ഒരു സന്തോഷമാണേ. അത് പറ്റുമെങ്കിൽ മക്കൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.